മനുഷ്യർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സമയവും ഉള്ളിൽ ചിന്തകളുണ്ട്, ചിന്തകൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളുണ്ട്, വാക്കുകളുണ്ട്. ഇത് ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ ഉണരാത്ത മനുഷ്യനാണ്. അവൻ്റെ ചിന്തകളെയോ വികാരങ്ങളെയോ ഉള്ളിൽ നടക്കുന്ന വാക്കുകളെയോ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവിടെ മൗനത്തിന് കടന്നു വരാൻ കഴിയില്ല. വാക്കുകൾ നമുക്ക് നിശബ്ദമാക്കാൻ സാധിക്കും, എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള വാക്കുകളെ നമുക്ക് നിശബ്ദമാക്കാൻ കഴിയില്ല. നമ്മളൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംസാരമുണ്ട്. നമ്മുടെ മനസ്സ് ആ സമയത്ത് കഴിഞ്ഞ കാലത്തേക്കും ഭാവി കാലത്തേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവിടെ നമ്മൾ അസ്വസ്ഥരാണ്. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ അസ്വസ്ഥയെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ജാഗ്രത, ആ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. മൗനം നമ്മൾ അഭ്യസിക്കണം. ഈ ലോകത്ത് നിന്ന് മൗനം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകേണ്ടതില്ല, ഒളിച്ചോടേണ്ടതില്ല. ഇവിടെ തന്നെ നിന്ന് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൗനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെയും വികാരങ്ങളെയും ഉള്ളിലുണ്ടാകുന്ന ആ സംസാരത്തെയും ആഴത്തിൽ സ്നേഹത്തോടെ നമുക്ക് നിരീക്ഷിക്കാൻ ആവണം. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും നമ്മുടെ മനസ്സിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ മനസ്സിൻ്റെ കളി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് ശാന്തതയോടൊപ്പം ജീവിക്കാൻ സാധിക്കും. മനസ്സ് മൗനം കൊണ്ട് നിറയുമ്പോൾ അപ്പോഴാണ് ഹൃദയത്തോട് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നത്. അത് ഹൃദയത്തെയാണ് സ്പർശിക്കുന്നത്. അതേസമയത്ത് ചിന്തകൾ അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ശബ്ദങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിൽ മൗനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. കുറച്ച് സമയമെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ മൗനത്തിൽ നിർത്തണം. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ മൗനം അനുഭവിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ മൗനം അനുഭവിക്കാറുണ്ടോ? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും മൗനം പരിശീലിക്കാറുണ്ട്. ഗുരു ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ശിഷ്യരോട് ഗുരു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരു മുറിയിലിരിക്കുക, എന്നിട്ട് കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക. ഗുരു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഗുരു ശിഷ്യരോട് ചോദിച്ചു, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ കണ്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ കോപം കണ്ടു, ഭയം, ഉത്കണ്ഠ, അതേപോലെ നമ്മൾ ഓർമ്മകളിലേക്ക് പോയി. അപ്പോൾ ഗുരു ശിഷ്യരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മൗനത്തിൽ അല്ല. മൗനമെന്ന് പറഞ്ഞാൽ ചിന്തകളും വികാരങ്ങളും ഉള്ളിലുള്ള വാക്കുകളും അടങ്ങി മനസ്സ് ശാന്തമാകുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്താൻ ആഴത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഈ ചിന്തകളെയും വികാരങ്ങളെയും നമുക്ക് ഒരു സാക്ഷിഭാവത്തിൽ കാണാനാവണം. ഒരു കാഴ്ചയെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക.
ആ സമയത്ത് നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്, വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. മൗനം നമ്മളെ അതിന് സഹായിക്കും. അതിനായുള്ള ഒരുക്കങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം.